കൊല്ലത്ത് രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, കൊല്ലത്ത് സ്ഥിതി എങ്ങനെയാണ്? മഴയ്ക്ക് ശമനമുണ്ടോ? എന്താണ് കൊല്ലത്തെ നിലവിലെ അവസ്ഥ? ഇന്നിപ്പോൾ രാവിലെ മുതൽ കടൽ ശാന്തമാണ്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് കൊല്ലം പോർട്ട് കൊല്ലത്താണ്. നമ്മുടെ എൻ്റെ പുറകിൽ കൊല്ലം തുറമുഖം, അവിടെ കപ്പലൊക്കെ അടുപ്പിച്ചിരിക്കുന്നത് കാണാം. കടൽ റഫായതിനെ തുടർന്ന് ചില കപ്പലുകൾ, ദൂരോട്ട് പോകുന്ന കപ്പലുകൾ ഇവിടെ അടുപ്പിച്ചിരുന്നു. പിന്നീട് അവരിപ്പോൾ ഇന്ന് പുറപ്പെടാനാണ് സാധ്യത. മത്സ്യബന്ധനം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് മത്സ്യബന്ധനത്തിന് പരമ്പരാഗത വള്ളങ്ങൾ ഇന്ന് മത്സ്യബന്ധനത്തിന് പോവില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള അപകടവും ഒഴിവായി. 2 മരണം കഴിഞ്ഞ ഒരു 3 ദിവസത്തെ ഒരു മഴയെ തുടർന്ന് 3 പേർ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ തീരദേശവുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ. അതേസമയം വനമേഖലയിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. അത് ഇന്നലെ കൊളുത്തുപ്പുഴയാർ, കല്ലടയാർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ നീരൊഴുക്കുണ്ടായിരുന്നു. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും അത് റോഡിലേക്ക് വെള്ളം കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയുണ്ടായി. ഏതാണ്ട് 30-ലധികം വീടുകളിൽ വെള്ളം കയറി. അതിപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ വീടുകളിൽ ആർക്കും താമസിക്കാൻ കഴിയില്ല. വീടിനുള്ളിലെല്ലാം ക്ഷുദ്രജീവികൾ, പാമ്പ് ഉൾപ്പെടെയുള്ളത് കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അതിന് ശ്രമിച്ചപ്പോൾ ചിലരെ പാമ്പ് കടിക്കാനായി ശ്രമിച്ചു. അതിനെ തുടർന്ന് ഇനി അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ആ വീട്ടിലേക്ക് ഇനി അത് വാസയോഗ്യമാവുകയുള്ളൂ എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. കുളത്തുപ്പുഴയിൽ 6-ലെ ആ ജലനിരപ്പ്, പുതിയ പാലം, ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പുതിയ പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് കൂറ്റൻ മരങ്ങൾ, കാട്ടിൽ നിന്നുള്ള മരങ്ങൾ കടപുഴുകി ഇതിലേക്ക് വെള്ളത്തിലൂടെ ഒഴുകി വന്ന് അതിൽ തട്ടി നിൽക്കുന്നു. അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങിയ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് അതിനിപ്പോൾ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഉയരുന്നത്. ഈ വനമേഖല, ഞാൻ സൂചിപ്പിച്ചു, വനമേഖലയിൽ മഴ തുടരുന്നുണ്ട്. പല സ്ഥലത്തും ഇന്നലെയും ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ടായിരുന്നു. അത്ര മഴയില്ലാതിരുന്നിട്ടും ഈ കുളത്തുപ്പുഴയാർ കരകവിഞ്ഞ് ഒഴുകിയത് ആ ഒരു മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് ഉണ്ടായതാകാം എന്നുള്ള ഒരു നിഗമനമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെ റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊന്നും തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല. രാജ്കുമാർ, ഈ കുളത്തൂപ്പുഴയൊക്കെ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതെ, ഈ കുളത്തുപ്പുഴ നിലവിൽ ഈ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ എവിടെയും ഉരുൾപൊട്ടിയിട്ടില്ല. ഉൾവനങ്ങളിലാണ് ഈ ഉരുൾപൊട്ടിയതായി ഒരു സംശയമുള്ളത്. അല്ലെങ്കിൽ ഇത്രയേറെ ജലനിരപ്പ് ഈ പുഴയിൽ ഉയരേണ്ട സാഹചര്യം ഇല്ല എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചു. അവർക്കും സംശയമില്ലാതല്ല, പക്ഷെ ആരും സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. ഇത് അന്വേഷിച്ച് ആരും അങ്ങോട്ട് പോയിട്ടുമില്ല. ഈ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു സ്ഥലം കൂടിയാണ് കുളത്തുപ്പുഴ. എവിടെ തിരിഞ്ഞാലും കാട്ടുപോത്ത്. പട്ടാപ്പകലും തന്നെ വീടിൻ്റെ സമീപത്തും റോഡിലുമൊക്കെ ഇത് നിൽക്കുന്നു. ഒപ്പം തന്നെ അവിടെ കഴിഞ്ഞ ദിവസം, അതായത് ഒരു 2 ദിവസം മുമ്പ് ബഷീർ എന്ന് പറയുന്ന മനുഷ്യൻ രാവിലെ തൊഴിലിനായി, ചായ കുടിക്കാനും മറ്റും തൊഴിലിനായി ഇറങ്ങിയ സമയത്താണ് 5:30യോടുകൂടി നടു റോട്ടിൽ, കുളത്തുപ്പുഴ ജംഗ്ഷനിൽ നടു റോട്ടിൽ വെച്ച് കാട്ടുപോത്തൻ്റെ ആക്രമണത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ ഒരു ഭീഷണി നിലനിൽക്കുമ്പോഴാണ് ഈ മഴ കൂടി കുളത്തുപ്പുഴയെ വല്ലാതെ വലച്ചത്. അച്ചൻകോവിലും പല സ്ഥലങ്ങളിലും ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ടായിരുന്നു. അവിടെയും ജലനിരപ്പ് വലിയ നിലയിൽ ഉയർന്നിട്ടില്ലെങ്കിൽ പോലും നീരൊഴുക്ക് ശക്തമാണ്. തെന്മല പരപ്പാർ ഡാമിലേക്കുള്ള ഇതിൻ്റെ നീരൊഴുക്ക് അവിടെ ഇതിൻ്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ചെറുതായിട്ടുണ്ട്. പക്ഷേ ഈ വനത്തിൽ നിന്നുള്ള മലവെള്ളം എല്ലാം കൂടെ ഒലിച്ചു വരുന്നുണ്ട്. അത് നിലവിൽ ഇന്നലത്തെ സാഹചര്യത്തിലാണെങ്കിൽ 99.37 അടിയായിരുന്നു അതിൻ്റെ ജലനിരപ്പ്. അത് 106 കഴിഞ്ഞാൽ മാത്രമേ ഷട്ടർ തുറക്കുള്ളൂ എന്നാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ജലസേചന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്.